हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 20 സെപ്റ്റംബർ 2025 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMTയുടെ അടിസ്ഥാനത്തിൽ ഈ സമയം 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത് രാഹയുദയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹയുദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ പരിപൂർണ സീരീസിൽ ഫസായിൽ വിശുദ്ധ ഖുർആൻ്റെ ഔന്നത്യത്തെ സംബന്ധിച്ചായിരിക്കും നാം സംസാരിക്കുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു നൽകിയ പ്രസംഗങ്ങളുടെ ഒരു ഉൾച്ചുരുക്കമാണ് ഈ ഒരു ഗ്രന്ഥം. ഇത് സംബന്ധമായിരിക്കും നാം സംസാരിക്കുക. പ്രിയ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ പരിപാടി ഒരു ഇൻറ്ററാക്റ്റീവ് പരിപാടിയാണ്. പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിലുമായിട്ട് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻസ് മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. വിനീതനോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ചേരുന്നത് ഞാൻ അവരെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബ്, ബഹുമാനപ്പെട്ട മൻസൂർ അഹമ്മദ് മസ്റൂർ സാഹിബ് ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരും ക്ഷണിക്കുകയാണ്. പിന്നെ പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അവസാന ഗ്രന്ഥമാണ്. മുൻകഴിഞ്ഞ ദൈവിക ഗ്രന്ഥങ്ങളിലെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണിത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ശ്രേഷ്ഠത ഉണ്ട്. അതിൻ്റെ അധ്യാപനങ്ങൾ പരിപൂർണവും സാർവലൗകികവും എന്നേക്കുമുള്ളതാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ സമയത്തോടൊപ്പം തന്നെ അതിൽ വ്യത്യാസങ്ങളും തെറ്റിതിരുത്തലുകളും വന്നിരിക്കുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ടും സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ഇത് സംബന്ധമായിട്ടായിരിക്കും എപ്പിസോഡ് സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോടാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഏത് ഗുണങ്ങളാണ് അത് മറ്റുള്ള മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ അതിന് ശ്രേഷ്ഠത നൽകുന്നത്? അതുപോലെ തന്നെ ഒരു അപേക്ഷ കൂടിയുണ്ട്, ഒരു ചോദ്യം കൂടിയുണ്ട്. അള്ളാഹു മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കെ എന്ത് ആവശ്യമാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി വന്നത്? ജസാക്കുമുല്ലാഹ്. ഞാൻ ഹദ്റത്ത് ഖലീഫത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണിയോടെ ഞാൻ എൻ്റെ ഉത്തരം തുടങ്ങുകയാണ്. റസൂൽ പറയുന്നു, വിശുദ്ധ ഖുർആൻ ദൈവത്തെ പോലെയാണ്, ദൈവത്തിൻ്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ 23 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ ഗ്രന്ഥമാണ്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റി പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ നിരവധി നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇതിലുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇത് അവസാന ശരീഅത്താണ്.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ ഇറക്കപ്പെട്ടത്. പല ഇതിൻ്റെ ഗുണങ്ങളുമുണ്ട്, പ്രത്യേകതകളുണ്ട്. മറ്റുള്ള എതിരാളികളുടെ നിന്ന് ചോദ്യം വരാറുണ്ട്, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ ഇരിക്കെ വിശുദ്ധ ഖുർആൻ വരേണ്ട എന്ത് ആവശ്യമാണ് ഉണ്ടെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനേ സമയം അനുവദിക്കുന്നുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ സനാതന നിയമമാണ്. അള്ളാഹു എപ്പോഴാണോ ജനങ്ങൾ വഴിപിഴക്കുന്നത്, അവരുടെ ആത്മീയ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തൻ്റെ ഭാഗത്ത് നിന്ന് തൻ്റെ പ്രവാചകന്മാരെ അയക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ സനാതനമായിട്ടുള്ള ചര്യയാണ്. ഇതിനെ നമ്മൾ പ്രവാചക പരമ്പര എന്ന് പറയുന്നു. അവർക്ക് നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ, അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ആ ഗ്രന്ഥങ്ങൾ അത് യഥാർത്ഥത്തിൽ പല ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിരിക്കുകയുണ്ടായി. പക്ഷേ അതിലൊരു പ്രത്യേകത ഉള്ളത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ വജ്തനബി താവൂത്ത. എല്ലാ സമൂഹങ്ങളിലും നാം പ്രവാചകനെ അയക്കുകയുണ്ടായി ഈ അധ്യാപനം നൽകിക്കൊണ്ട്, അനി അബ്ദുല്ലാ, അള്ളാഹു ആരാധിക്കുക, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തതിനെ ഒഴിവാക്കുക, തൗഹീദ് നിലനാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. ഇതുപോലെ തന്നെ ഈ പ്രവാചകന്മാരുടെ മുഖാന്തരം നൽകപ്പെട്ട അധ്യാപനങ്ങൾ, മനുഷ്യൻ്റെ നേർമാർഗത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ, അത് ദൈവീക ഗ്രന്ഥങ്ങളുടെ ശൃംഖല. ഈ എല്ലാ പ്രവാചകന്മാരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പെയുള്ള പ്രവാചകന്മാർ, വിശുദ്ധ ഖുർആൻ എത്ര എണ്ണം വന്നു എന്ന് പറഞ്ഞില്ല, എത്ര ഗ്രന്ഥങ്ങളുണ്ട് എന്ന്. അള്ളാഹു പറഞ്ഞു, വൈൻ മിൻ ഉല്ലത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നസീർ. എണ്ണം പറഞ്ഞില്ല. പക്ഷേ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകദേശ കണക്ക് പറയുന്നത് 24,000 പ്രവാചകന്മാർ വന്നിരിക്കുന്നു പറഞ്ഞു. 1,24,000 വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശരീഅത്ത് ഗ്രന്ഥങ്ങളും, തൗറാത്ത്, അതുപോലെ തന്നെ സബൂർ എല്ലാം ഉണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഉണ്ടായിരിക്കെ, അവരുടെ അധ്യാപനങ്ങൾ ഉണ്ടായിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആവശ്യമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രവാചകനാണ്. അദ്ദേഹം വാദിക്കുകയുണ്ടായി, ഇന്നി റസൂലുള്ളാഹിലേക്കും ജമിയ, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹിലേക്കും ജമിയ. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ വാദങ്ങൾ നാം നോക്കുമ്പോൾ മനസ്സിലാകുന്നു, അവർ കുറച്ച് കാലഘട്ടത്തിലേക്കും ഒരു പ്രത്യേക സമയത്തേക്കും പ്രത്യേക സമൂഹത്തിനും വേണ്ടി മാത്രമാണ് അയക്കപ്പെട്ടിരുന്നത്. കുറച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടും കുറച്ച് കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രം കേട്ടോ. കാരണം ആ കാലഘട്ടങ്ങളിൽ പരസ്പരം ബന്ധപ്പെടാനും എത്തിച്ചേരാനും സാധ്യമായിരുന്നില്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, ജനങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങിയപ്പോൾ, അള്ളാഹു എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകനെ അയക്കുന്നതിന് പകരമായിട്ട് മുഴുവൻ ലോകത്തിനും ഒരു പ്രവാചകനെ അയക്കുകയുണ്ടായി. അത് നമ്മുടെ നേതാവ് പ്രിയ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖാത്തമുൻ നബിയീൻ എന്നുള്ള വലിയ സ്ഥാനം നൽകുകയുണ്ടായി. നുബുവത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളിലും അതിൻ്റെ ഏറ്റവും മുകളിൽ, അതിൻ്റെ ഏറ്റവും നിലവാരത്തിലേക്ക് എത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ഇത് ഖാത്തമുൽ ഖുതുബ് എന്ന് പറയപ്പെട്ടതിന്, ആ എല്ലാ ഗ്രന്ഥങ്ങളുടെ ആ ഒരു ശൃംഖല, പല ഗ്രന്ഥങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ്റെ മുഖാന്തരം അതിൻ്റെ അത്യുന്നതമായിട്ടുള്ള അതിൻ്റെ ഉയർച്ചയിലെത്തുകയുണ്ടായി. അപ്പോൾ ഇതാണ് വ്യത്യാസം മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനുമായിട്ടുള്ളത്. മുൻകഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും പ്രത്യേക കാലഘട്ടത്തിലേക്കും പ്രത്യേക ജനങ്ങൾക്കും വേണ്ടിയിട്ടും നിശ്ചിത ജനങ്ങളിലേക്കും വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഏത് അസ്തിത്വത്തിലാണ് ഇറക്കപ്പെട്ടത്, അത് സാർവലൗകികമായിട്ടുള്ള പ്രവാചകനാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഒന്ന് മുഴുവൻ ലോകത്തിനുമുള്ള ശരീഅത്താണ്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ അത് പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ളതായിരുന്നു. മറ്റുള്ള പ്രത്യേകത ഒന്ന്, വിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം നൽകിയിരിക്കുന്നു. മുൻകഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും
അതിൽ തെറ്റിത്തിരുത്തലുകളും മാറ്റങ്ങളും വന്നിരിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് നമുക്കത് ലഭ്യമല്ല. ഇത് വലിയൊരു കാരണമാണ്. ഈ കാരണത്താൽ അള്ളാഹു ഒരു പുതിയ ഗ്രന്ഥം ഇറക്കിയതിൻ്റെ കാരണം ഇതാണ്. അതും പരിപൂർണമായിട്ടുള്ള ഗ്രന്ഥം ഇറക്കിയുണ്ടായി. മുൻകഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും അതിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. ജനങ്ങൾ അതിൽ കൈകടത്തിയിരിക്കുന്നു. കാരണം അതിൻ്റെ അർത്ഥം അത് അള്ളാഹുവിൽ വന്നല്ല എന്നല്ല, പക്ഷേ അത് പ്രത്യേക കാലഘട്ടത്തിന് മാത്രമായിരുന്നു, എന്നേക്കുമായിരുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേർമാർഗത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനെ എല്ലാ കാലത്തേക്കും അവിടുന്ന് സംരക്ഷിക്കുകയുണ്ടായി. പിന്നെ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ലോകത്തിനു വേണ്ടി വന്നതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം ഒരു ആയത്ത് വിവരിക്കുകയുണ്ടായി. പിന്നെ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിനും വേണ്ടിയിട്ട് അനുഗ്രഹമായിട്ടാണ് നിന്നെ അയച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബഷീറൻ വനസീറൻ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. അതുപോലെ തന്നെ അദ്ദേഹം മുകളിൽ ഇറക്കപ്പെട്ട ശരീഅത്തിനെ പറ്റി പറയുന്നു. തബാറകല്ലദീ നസൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നസീറ. മറ്റൊരു ഗ്രന്ഥത്തെ പറ്റിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വിശുദ്ധ ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. വളരെ അള്ളാഹുവിൻ്റെ അസ്തിത്വം അനുഗ്രഹീതമാണ്. അവൻ വിശുദ്ധ ഖുർആൻ ഇറക്കിയുണ്ടായി തൻ്റെ അടിമയുടെ മുകളിൽ. അതെന്തിനാണ് ഇറക്കിയത്? മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടും ഒരു താക്കീതുകാരനാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നു, ഇൻ ഹുവ ഇല്ലാ സിക്റൽ ലിൽ ആലമീൻ, ഈ വിശുദ്ധ ഖുർആൻ മുഴു ലോകത്തിന് വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അതിനുശേഷം വിശുദ്ധ ഖുർആൻ്റെ മുഖാന്തരം ദീന് പൂർത്തീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പറയും, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ദീനിനെ പൂർത്തീകരിക്കുകയുണ്ടായി. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ, അധ്യാപനങ്ങൾ അത് പരിപൂർണമായിരുന്നില്ല. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച്, സമൂഹങ്ങളുടെ ആവശ്യമനുസരിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നബുവത്ത് അത് എന്നേക്കുമുള്ളതാണ്. ശരീഅത്തിനെ അതുകൊണ്ട് പൂർത്തീകരിക്കുകയുണ്ടായി. ആ നബുവത്തിൻ്റെ നിയമത്തിനെ അതിനെ പൂർത്തീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖാത്തമുൻ നബിയിൻ്റെ ആ ഉന്നത സ്ഥാനം നൽകുകയുണ്ടായി. ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണം സംബന്ധിച്ച് പറയുകയുണ്ടായി. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ അതിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറ്റി പറയുന്നു. വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളെ സത്യവൽക്കരിക്കുന്ന ഗ്രന്ഥമാണ്. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം മനുഷ്യൻ്റെ കൈകടത്തുകൾ സംഭവിച്ചോ, അള്ളാഹു നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ അതിൽ വ്യത്യാസങ്ങൾ വരുത്തുകയുണ്ടായി. അത് കാരണത്താൽ അതിൽ ദൈവത്തിൽ നിന്നുള്ള അധ്യാപനങ്ങളെ അതിനെ സത്യവലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. റസൂല മിനല്ലാഹി യത്ലു സൂഫൻ മുതഹറഫിയ കുതുബുൻ ഖയ്യിമ. ഈ പ്രവാചകൻ അവൻ പരിശുദ്ധ ഈ ഗ്രന്ഥം വായിച്ചു കേൾപ്പിക്കുന്നു. ഫിഹ കുതുബുൻ ഖയ്യിമ, ഇതിൽ കുത്തുബെ ഖയ്യിമയുണ്ട്. അതായത് എന്തെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങളിൽ എന്നേക്കുമായിട്ട് അവശേഷിപ്പിക്കേണ്ട ചില അധ്യാപനങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ അതിനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ മുഴു ലോകത്തിനും വേണ്ടിയിട്ട് നേർമാർഗത്തിനുള്ള ഗ്രന്ഥമാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്, മോജിസയാണ്, ജീവനുള്ള ഒരു മോജിസയാണ്. കാരണം എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ ചലഞ്ച് ചെയ്യുകയുണ്ടായി ലോകത്തിനോട്. വൈൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അടിമകളുടെ മുകളിൽ ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംശയമുണ്ടെങ്കിൽ, അള്ളാഹുൽ നിന്നാണോ എന്ന് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ പറയുകയുണ്ടായി, ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇങ്ങനെയുള്ളൊരു സൂറത്ത് കൊണ്ടുവന്ന് കാണിക്കുക എന്ന്. എനിക്കൊന്നും സാധിക്കുകയും നിങ്ങൾ സത്യവാന്മാരാണ്. വധൂഷുവതാക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സഹായികളെല്ലാം വിളിച്ചുകൊള്ളുക. 1500 വർഷം കഴിഞ്ഞിരിക്കുകയാണ്.
ഇന്നും ആ ഒരു ചലഞ്ച് അത് നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ അത്ഭുതമാണ്, വിശുദ്ധ ഖുർആൻ്റെ മോചയാണ്. പരിശ്രമിക്കേണ്ടായി, പക്ഷേ ആരും തന്നെ ആ പരിശ്രമത്തിൽ വിജയിക്കേണ്ടായില്ല. ഇത് ഈ ഒരു പ്രാധാന്യം ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണിത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഒരു ചുരുങ്ങിയ ഒരു ഉദ്ധരണി അത് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഉത്തരം അവസാനിപ്പിക്കുകയാണ്. മസീഹ് ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആൻ തൻ്റെ ആത്മീയ ഗുണങ്ങളാൽ, വ്യക്തിപരമായിട്ടുള്ള പ്രകാശത്താൽ തൻ്റെ അനുയായികളെ തന്നിലേക്ക് വലിക്കുന്നു, ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുന്നു. ഒരു വാള് കൊണ്ടും അതിനെ മുറിക്കാൻ സാധ്യമല്ല. തിന്മയുടെ വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തെ, അതിനെ നീരുറവയെ അതിനെ പൂട്ടുന്നു. ദുആ അത് സ്വീകരിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആൻ മുഖാന്തരം. ആരാണ് വിശുദ്ധ ഖുർആനുമായിട്ട് മല്ലിടുന്നത്? അള്ളാഹു വളരെയധികം ആ ഒരു വ്യക്തിയോട് കോപിക്കുന്നു. ആ ദൈവം, മനുഷ്യൻ്റെ മോക്ഷം ലഭിക്കുന്ന ആ ഒരു ദൈവം, ആ ദൈവം ഒരിക്കലും ലഭിക്കുകയില്ല വിശുദ്ധ ഖുർആനല്ലാതെ. ഞാൻ കണ്ടത് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഞാൻ കേട്ടത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഓടിയെടുക്കുന്നതാണ്. അത് പരിപൂർണ അറിവിൻ്റെ നീറുറവയാണ്. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്ന ആ ഒരു വെള്ളം, ആ ദൈവത്തെ കാണേണ്ട ആ ഒരു കണ്ണാടി, അത് ഈ ഒരു വിശുദ്ധ ഖുർആൻ തന്നെയാണ്. നമ്മുടെ ആത്മീയ എല്ലാ വിധത്തിലുള്ള വിജയവും പുരോഗമനവും വിശുദ്ധ ഖുർആനിലാണുള്ളത്. വിശുദ്ധ ഖുർആനിൽ ലോകത്തുള്ള എല്ലാ ദീനി പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പരിഹരിച്ചത് വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിനുള്ള, ആത്മീയ ജീവനുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്, പല രത്നങ്ങളും ഇതിലുണ്ട്. എല്ലാ ദിവസവും അത് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഇതിലൂടെ തന്നെയാണ് നമുക്ക് നേർമാർഗവും അതുപോലെ തന്നെ ദുഷ്മാർഗവും തമ്മിൽ നമുക്ക് വ്യത്യാസം കൽപ്പിക്കാൻ. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ ഒരു ജീവനുള്ള മോചയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്കുള്ള. എന്നെന്നും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തെളിവായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അതിന് തെളിവ് നൽകുന്നു. യഥാർത്ഥത്തിൽ മുൻകഴിഞ്ഞ ദൈവിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ശ്രേഷ്ഠതയാണ് വിശുദ്ധ ഖുർആൻ്റേത്. നമ്മുടെ ഒരു ടെലിഫോൺ കോളറുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസമാൻ സാഹിബ് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് ചോദ്യം ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുക്കറം ആരിഫ് സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, ഞാൻ ദുആക്ക് വേണ്ടി ആദ്യം അപേക്ഷിക്കുന്നു. എൻ്റെ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത്, അള്ളാഹു ഖുർആൻ ഇറക്കുന്നതിൽ 30 വർഷം എന്തുകൊണ്ടാണ് എടുത്തത്? രണ്ടാമത്തത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മിയുടെ മേലെ എന്തുകൊണ്ടാണ് ഖുർആൻ ഇറക്കിയത്? ജസാക്കല്ലാഹ് ആരിഫ് സാഹിബ്. ഞാൻ മൻസൂർ അഹമ്മദ് സാഹിബിനോട് ഇതിന് മറുപടി നൽകാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാര്യം പറഞ്ഞത് ശരിയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിൽ 23 വർഷം എടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ സാവധാനത്തിലാണ് അവതരിച്ചത്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എം.എ. റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഗ്രന്ഥം സീറത്ത് ഖാത്തമുൻ നബിയിൽ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 23 വർഷത്തിൽ എത്ര ദിവസമുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ എത്ര ആയത്തുകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഒരു ആയത്ത് ഇറങ്ങുന്നുണ്ട്. ഇത് ശരിയാണ്. വിശുദ്ധ ഖുർആൻ ക്രമേണയാണ് ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ
എല്ലാ അധ്യാപനങ്ങളുടെ മേലും പ്രവർത്തിക്കുക എന്നുള്ളത്, നവാഫിൽ, ഫർസുകൾ, വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ, അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നു. ക്രമേണ അവതരിക്കുന്നതിൽ ഒരു സൗകര്യം ലഭിച്ചിരുന്നത്, ഏതൊക്കെ അധ്യാപനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് അത് സഹാബാക്കൾ അത് അമൽ ചെയ്തുകൊണ്ട് പോയി. പിന്നീട് പുതിയതായി വരുന്നവർക്ക് അത് പിന്നീട് ഒരു മാതൃകയായിത്തീരുന്നു. ഇതൊരു വലിയൊരു ഹിക്മത്ത് ആണിത്. ആരിഫുസ്സമാൻ സാഹിബിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഉമ്മി ആയ നിരക്ഷരനായ പ്രവാചകൻ എന്തുകൊണ്ട് ഇറങ്ങി. ആനന്ദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി ഈ അടിസ്ഥാനത്തിലാണ്, അതായത് അവിടത്തേക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു. ബാഹ്യമായ ഇതിന് ബാഹ്യമെന്നുള്ളൊരു പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ ഒരു ഉമ്മയുടെ മേലെ, ഒരു നിരക്ഷരൻ്റെ മേലെ ഖുർആൻ ഇറങ്ങുമായിരുന്നല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ പരിശുദ്ധ പ്രകൃതം, അവിടുത്തെ ആ നന്മ, ആ ഭയഭക്തി, അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ആ കാലഘട്ടം ഷിർക്കിൻ്റെ വിഗ്രഹാരാധനയുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിനോട് തിരുമേനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ ചെന്നിട്ട് ദീർഘനേരം ദുആ ചെയ്യുമായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും പിന്നീട് അവിടുത്തെ മേലെ ആ അധ്യാപനം ഇറക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ്റെ രൂപത്തിൽ ആ അധ്യാപനം ഇറക്കുകയും ചെയ്തു. അതായത് അറിവിൻ്റെ ഒരു സാഗരം തന്നെ ഒഴുക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമായി തീരുകയും, എങ്ങനത്തെ ഒരിക്കലും മുമ്പെങ്ങും ഇല്ലാത്ത അവധി വന്നിട്ടില്ലാത്ത വാസ്തവം എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് നിയോഗിതനായിക്കൊണ്ട് ലോകത്തു നിന്ന് അജ്ഞതയും ഇരുട്ടും ഇല്ലാതാക്കി ലോകത്തിന് പ്രകാശമാനമാക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരക്ഷരൻ എന്ന ഉമ്മി എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൂടാതെ ആകാശഭൂമികളിൽ ഒരു അസ്തിത്വവുമില്ല. ഈ സംഗതി, ഈ ഒരു അമാനത്ത് ഇറക്കാൻ പറ്റിയ ഒരാളും ആകാശഭൂമികൾ ഉണ്ടായിരുന്നില്ല. ഈ ഭാരം വായിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാതെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു ഈ ഭാരത്തെ, ഈ വിശ്വസ്തതയെ, ഈ അമാനത്തിന് വഹിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളത്, എന്തൊക്കെ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കും, ഇതൊന്നും പരിഗണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ ഭാരം വഹിക്കേണ്ടി വരും. ഇത് തിരുമേനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവിടുന്ന് പരിപൂർണ മനുഷ്യനായിരുന്നു. അവിടുന്നാണ് ഇത് വഹിച്ചുകൊണ്ടിരുന്നത്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. പ്രേക്ഷകരെ, മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഞാൻ വായിച്ചു തരാം. ഇന്ത്യയിൽ നിന്ന് മുക്കറ അബ്ദുള്ള സാഹിബിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം എഴുതുന്നു, വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതിൻ്റെ വിശദീകരണം അറിയാം. മുഹത്തറം ഹാമിദ് സാഹിബിനോട് ഞാൻ അപേക്ഷിക്കുന്നു, ചുരുക്കി മറുപടി പറയാൻ വേണ്ടി. അറബിനെ കൊണ്ട് നോക്കുമ്പോൾ അറബി ഭാഷയുടെ പ്രത്യേകത, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനെ സ്തുതിക്കുമ്പോൾ അത് മറ്റൊരർത്ഥത്തിലായിരിക്കും. ഉദാഹരണത്തിന് ജുഹുൽക്ക് ഈ പദം അമഹൽ വക്കാന ജലൂമൻ ജഹൂല എന്നുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജഹൂൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ജലൂമുൻ ജഹൂലാണ് എന്നാണല്ലോ. അത് തിരുമേനി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകുലത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ പര്യവസാനം ഗൗരവക്കാതെ തിരുമേനി ഒരുപാട് ജനങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സാൽ എന്നതിൻ്റെ അർത്ഥം അതിൽ റസൂൽ ദൈവസ്നേഹത്തിൽ ആമഗ്നനാവുക എന്നുള്ളതാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകാറില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക്
ലോകത്തിൻ്റെ മുഴുവനും ലോകത്തെയും സന്മാർഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അവിടെ വലിയ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയാണ് തിരുമേനിയെ. ഇതിൻ്റെ കാരണം എന്തായിരുന്നു? തിരുമേനി സാലായിരുന്നു. അതായത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തോടുള്ള സ്നേഹത്തിൽ, അനുരാഗത്തിൽ തിരുമേനി ആമഗ്നനായിരുന്നു. രാപ്പകൽ അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് ആരാധനകൾ മുഴുകാറുണ്ടായിരുന്നു. അവസാനം അള്ളാഹു അവിടേക്ക് ലാലൻ ഫഹദ എന്ന് പറയുകയുണ്ടായി. എൻ്റെ മുഹബത്തിൽ, എൻ്റെ സ്നേഹത്തിൽ ഞാൻ വിലയം പ്രാപിച്ചതായി ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്നെ കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സന്മാർഗം നൽകി. ഇതൊരു സന്ദേശം കൂടിയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഹിദായത്ത് നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ മാർഗം അവലംബിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. ഇവിടെ സാൽ എന്നുള്ള പദം ഉപയോഗിച്ചത് അത് മഖാമെ മഹദയിലാണ്, സ്തുതിയിലാണ്, പ്രകീർത്തനത്തിലാണ്. ഇത് അവഹേളിക്കുന്നില്ല. ഇത് തിരുമേനിയുടെ പദവി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട മൗലാന മൻസൂർ അഹമ്മദ് മുസഫർ സാഹിബിനോടാണ്. യൂറോപ്പിലെ ഓറിയന്റലിസ്റ്റിൽസ് ആക്ഷേപകർ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണോ എന്നുള്ള കാര്യത്തിൽ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു തന്നാലും. ജസാക്കുമുള്ള കാര്യം ഇതാണ്, ആക്ഷേപകർ വിശുദ്ധ ഖുർആനോട് പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എം എ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഗ്രന്ഥം സീറത്തുൽ ഖാത്തമുൻ നബിയിൽ പറഞ്ഞിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം നിൻ്റെ ഒരു ഭാഗവും ആക്ഷേപകർ ആക്ഷേപം ഉന്നയിക്കാത്ത ഒരു ഭാഗവുമില്ല. വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന വ്യക്തിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചെയ്യപ്പെടുന്ന 2 ആക്ഷേപങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരാക്ഷേപം ഇതാണ്, അള്ളാഹുവിനെല്ലാം അറിയാം. ആദ്യം എന്താണ് നടന്നത്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനെ ഒറ്റയടിക്ക് ഇറക്കിയില്ല, മെല്ലെ മെല്ലെ ഇറക്കിയതിൻ്റെ കാരണം എന്താണ്? ഈ ആക്ഷേപം, ഇതേ ആക്ഷേപം മക്കക്കാരും ഉന്നയിച്ചിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായിട്ട് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു, വഖാല ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ. വഖാല ലദീന കഫറു, കാഫിറുകൾ പറയുന്നു, നിഷേധികൾ പറയുന്നു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു, അവൻ്റെ മുകളിൽ, അതായത് വിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ജുംലത്തുൻ വാഹിദ, ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാം എന്തുകൊണ്ട് ഇറക്കിയില്ല? അള്ളാഹു ഉത്തരം നൽകുന്നു, കദാലിക്, വിശുദ്ധ ഖുർആൻ ഇറക്കിയ ആ രീതി അതുപോലെ തന്നെ അത് ഇറങ്ങേണ്ടതാണ്. ഇതിൽ തന്നെയാണ് ആ ഒരു തത്വമുള്ളത്, ഹിക്മത്തുള്ളത്. അള്ളാഹുവിൻ്റെ പ്രതാപം ഇതിൽ തന്നെയാണ്. രണ്ടാമത്തെ ഉത്തരം നൽകുന്നു, ലിനുസബ്ബിത ബിഹി ഫുആദക്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഇറക്കപ്പെടുന്നതിന്, അതായത് മെല്ലെ മെല്ലെ ഇറക്കിയതിന് കാരണം ഹിക്മത്ത് ഇതാണ്, നിൻ്റെ ഹൃദയത്തെ അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ഇതാണ്, മെല്ലെ മെല്ലെ ഇറക്കിയപ്പോൾ ഹൃദയം എങ്ങനെ ശക്തിപ്പെട്ടു എന്ന് ചോദ്യമാണ്. ഇത് സംബന്ധമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മെല്ലെ മെല്ലെ ഇറങ്ങിയ കാരണത്താൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സഹാബാക്കൾ എല്ലാവരും ശുദ്ധ ഖുർആൻ പെട്ടെന്ന് അത് മനഃപ്പാഠമാക്കിയിരുന്നു. എത്രത്തോളം ശുദ്ധ ഖുർആൻ ഹൃദയങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടുവോ അത്രത്തോളം ഹൃദയത്തിൽ അത് രൂഢമൂലമാവുകയുണ്ടായി. രണ്ടാമത്തെ ഹിക്മത്ത് ഇതാണ്, ഏതെങ്കിലും സൂറത്തിൽ എന്തെങ്കിലും പ്രവചനം പൂർത്തിയാകുമ്പോൾ അള്ളാഹു മറ്റു സൂറത്തിൽ അതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് നസറക്കുമുല്ലാഹി ബദ്രിൻ അൻതും അതില്ല. നിങ്ങൾ നോക്കുക, ബദറിൻ്റെ അവസരത്തിൽ നിങ്ങളെ രക്ഷിക്കുകയുണ്ടായി. ബദറിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ബലഹീനരായിരുന്നു.
അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു അല്ലാഖദ് നസ്റക്കും അല്ലാഹു മവാത്തിന കസീറത്തൻ വയൗമ ഹുനൈൻ. ഒന്ന് രണ്ട് സമയങ്ങളിലല്ല പല സമയങ്ങളായിട്ട് അള്ളാഹു നിങ്ങളെ രക്ഷിക്കുകയുണ്ടായി, നിങ്ങളെ സഹായിക്കുകയുണ്ടായി. പ്രത്യേകമായിട്ട് ഹുനൈനിൻ്റെ അവസരത്തിൽ നിങ്ങളെ സഹായിക്കുകയുണ്ടായി എന്ന് അള്ളാഹു പറയുന്നു. ഇത് ആജബത്തുക്കും കസ്രത്തുക്കും, നിങ്ങളുടെ ജനസംഖ്യ നിങ്ങളെ അഹങ്കാരികളാക്കി മാറ്റിയിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സംഖ്യം, നിങ്ങളുടെ എണ്ണപ്പെരുപ്പ് അത് നിങ്ങൾക്ക് ഒരു ഉപകാരവും നൽകിയില്ല. അപ്പം മെല്ലെ മെല്ലെ ഓരോരോ ആയത്തായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഹിക്മത്ത് ഇതാണ്. അള്ളാഹുമായിട്ട് വീണ്ടും വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമന് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. എത്രത്തോളം അള്ളാഹുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു അത്രത്തോളം ഹൃദയം അത് ശക്തിപ്പെടുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെക്കാളും ധൈര്യവാനായിരുന്നു. നാലാമത്തെ ഹിക്മത്ത് ഇതാണ്. ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അള്ളാഹുവിൻ്റെ കലാം ഇറങ്ങുന്നു, കൽപ്പനകൾ ഇറങ്ങുന്നു. അപ്പോൾ ആ വന്നിരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം വരുന്നു. ഉദാഹരണത്തിന് ഇഫ്ക് സംഭവം വളരെ വേദനാജനകമായ അവസരമായിരുന്നു. അള്ളാഹുവിൻ്റെ കലാം ഇറക്കപ്പെട്ടപ്പോൾ, അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുകളിൽ ചെയ്യപ്പെട്ട ആക്ഷേപത്തിൻ്റെ സംഭവം, അപ്പോൾ അതൊരു സമാധാനം ഇറക്കുകയുണ്ടായി. അള്ളാഹു ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കുറ്റക്കാരിയല്ല എന്ന് വിളംബരപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഇനി ഇതിന് ശേഷമുള്ള കൽപ്പനയും ഇറക്കുകയുണ്ടായി, ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിക്മത്ത്. വിശുദ്ധ ഖുർആൻ മെല്ലെ മെല്ലെ ഇറക്കപ്പെട്ടതിൻ്റെ കാരണം ഇതാണ്. ഒറ്റയടിക്ക് ഇറക്കപ്പെടുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ സാധ്യമാവുന്നില്ല. മറ്റൊരു ആക്ഷേപം ഇതാണ്, വിശുദ്ധ ഖുർആനിൻ്റെ തനതായ രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിന് ഉദാഹരണം നൽകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിലായിരുന്നു. ആ അവസരങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെ അതിനെ മനഃപ്പാഠമാക്കാവുന്നതാണെന്ന്. രണ്ടാമത്തെ തെളിവ് നൽകുന്നത് അറബികളുടെ ഓർമ്മശക്തി കുറവാണെന്ന് പറയുന്നു. മൂന്നാമത്തെ തെളിവ് നൽകുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. മറിച്ച് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എഴുതപ്പെട്ടത് എന്നും. നാലാമത്തെ തെളിവ് നൽകുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് വഹി എഴുതുന്നവർ എന്ത് ഇഷ്ടമാണെന്നോ അവരത് എഴുതിയിരുന്നു. അഞ്ചാമത്തെ തെളിവ് നൽകുന്നത് വിശുദ്ധ ഖുർആൻ്റെ തൻ്റെ രൂപം അതിൻ്റെ തെളിവായി നൽകുന്നു. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ്റെ പല വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് അഭിപ്രായങ്ങൾ വന്ന കാരണത്താൽ അത് അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ കാലഘട്ടത്തിൽ ചില വിശുദ്ധ ഖുർആനുകൾ കത്തിച്ച് കളഞ്ഞു വന്ന്. മറ്റ് അവരുടെ തെളിവുകളുമുണ്ട്. ഈ 5 അവരുടെ തെളിവുകളെ പറ്റി ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കാര്യം വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഇതിനെതിരെ ഒരു തെളിവ് അത് സ്വീകാര്യയോഗ്യമല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, സഹാബാക്കൾ ആയിരക്കണക്കിന് ആൾക്കാർ അത് മനഃപ്പാഠമാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വ്യക്തി എന്തുകൊണ്ട് അതിനെ മനഃപ്പാഠമാക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന്? രണ്ടാമത്തെ തെളിവ് ഇതാണ്, അറബികളുടെ ഓർമ്മശക്തി ബലഹീനമാണ് എന്ന്. ഇത് തീർച്ചയായിട്ടും ഇത് അവരുടെ തെറ്റായിട്ടുള്ള പരാമർശമാണ്. ആ കാലഘട്ടത്തിൽ അറിവിനെ എഴുതിയിട്ടല്ല അതിൽ സംരക്ഷിച്ചിരുന്നത്, പക്ഷേ അവർ ഓർമ്മിക്കുകയായിരുന്നു, മനഃപ്പാഠമാക്കിയായിരുന്നു. അങ്ങനെയായിരുന്നു അവർ അറിവിനെ മുന്നോട്ട് കൊണ്ടിരുന്നത്. അതുകൊണ്ട് അറബികളുടെ ഓർമ്മശക്തി വളരെ ശക്തമായിരുന്നു. അത് മുസ്ലിം റളിയല്ലാഹു സംഭവം പറയുന്നു. ഒരു രാജാവ് വിളംബരപ്പെടുത്തുകയുണ്ടായി, ഏതെങ്കിലും കവി 1,00,000 വരികൾ അറിയില്ലെങ്കിൽ അവൻ എന്നെ കാണാൻ വരരുത് എന്ന്. ഒരു കവി വന്നു, അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഈ നിബന്ധനയാണ്, 1,00,000 കവി വരികൾ അറിയണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി,
ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ളതാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? സ്ത്രീകൾ എഴുതിയതാണ് കേൾക്കേണ്ടത്? പുരുഷന്മാർ എഴുതിയതാണ് കേൾക്കേണ്ടത്? ഇസ്ലാമിൻ്റെ മുന്നേ ഉള്ള കവിതകളാണ് കേൾക്കേണ്ടതെന്ന് പറയുകയുണ്ടായി. ചോദിക്കേണ്ടായി. രാജാവ് വരികയുണ്ടായി, താങ്കൾ ആ ഷാഹിറാണ് കവിയാണോ ചോദിക്കുകയുണ്ടായി. രാജാവ് പറയുകയുണ്ടായി, താങ്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു വിളംബരം ഞാൻ ചെയ്തത് താങ്കൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളംബരം ചെയ്തത്. അപ്പോൾ അറബികളുടെ ഓർമ്മശക്തി ഇങ്ങനെയായിരുന്നു. ലക്ഷക്കണക്കിന് കവിതകൾ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. മൂന്നാമത്തെ ആക്ഷേപം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമല്ല ഈ കാര്യം. വിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്നു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിലായിരുന്നില്ല. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥത്തിൽ അതിനെ ക്രോഡീകരിക്കുകയുണ്ടായി, ഒരു മുസ്ഹഫാക്കുകയുണ്ടായി. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആലാനു അഭിപ്രായം പറയുകയുണ്ടായി. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആലാനു അതിനെ സ്വീകരിക്കുകയുണ്ടായി. സയ്യിദ് ബിൻ ഹാരിസിന് അതിൻ്റെ നേതൃത്വം നൽകുകയുണ്ടായി. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലായിട്ട് എഴുതപ്പെട്ടത് അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മുസ്ഹഫാക്കി വെക്കുക എന്ന്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനെ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്, എഴുതപ്പെടുകയല്ല ചെയ്തത്. നാലാമത്തെ ആക്ഷേപം ഇതാണ്: കാത്തിബിനെ വഹി എഴുതുന്നവർ എന്താ ഇഷ്ടമുള്ളത് എഴുതുകയായിരുന്നു എന്നാണ്. ഇത് വളരെ തെറ്റായിട്ടുള്ള ആക്ഷേപമായിട്ട് ആ സഹാബാക്കൾ അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ട് തൻ്റെ എല്ലാം ഉപയോഗിച്ച ജനങ്ങളായിരുന്നു. അവർ സ്വന്തം എന്തെങ്കിലും എഴുതി ചേർക്കുമോ? എന്തെങ്കിലും എഴുത്തിൻ്റെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ആക്ഷേപം ഇതായിരുന്നു. മറ്റൊരു ആക്ഷേപം, ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ്റെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ തെറ്റായിട്ടുള്ള ആക്ഷേപമാണ്. ഖിറാത്തിനാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല വിളിക്കുകയുണ്ടായി. ഇങ്ങനെ ഖിറാത്തിൻ്റെ കാലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ഗോത്രവും പറയുന്നു ഞങ്ങളുടെ ഖിറാത്താണ് ശരിയെന്ന്. ഇതിനെ തീരുമാനം കൽപ്പിക്കേണ്ടതാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല പറയുകയുണ്ടായി, താങ്കൾ കൽപ്പിക്കുക എന്ന്. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചതിന് ശേഷം മുസ്ലിങ്ങളെല്ലാം ഒരുമിക്കുകയുണ്ടായി. അതുകൊണ്ട് ഖിറാത്തും ഒന്നായിരിക്കേണ്ടത്, അത് ഖുറൈശുകളുടെ ഖിറാത്തായിരിക്കണം. അതുകൊണ്ട് ഖുറൈശുകളുടെ ഖിറാത്ത് അതിനെ നിലനിർത്തുകയുണ്ടായി, മറ്റുള്ള ഖിറാത്തുകളെ ഉപേക്ഷിക്കുകയുണ്ടായി. അത് അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ ചില വിശുദ്ധ ഖുർആൻ കത്തിച്ചു കളഞ്ഞത്, അത് വ്യത്യസ്ത ഖിറാത്തുകളല്ല വിശുദ്ധ ഖുർആൻ കത്തിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഖിറാത്തിൻ്റെ കാര്യത്തിലാണ്. ജസാക്കുമുല്ലാ. എൻ്റെ ആമിസാഹിനോടുള്ള ചോദ്യമാണ്, വിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണം അതിൻ്റെ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നത് സംബന്ധിച്ച് എന്താണ് കൽപ്പന ഉള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ അത് എല്ലാ കാലത്തേക്കുമുള്ള ശരീഅത്താണ്. അതിൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെ വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിസൂൻ. നാം തന്നെയാണ് ഈ ദിക്ർ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. നാം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ 1400 വർഷത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് അള്ളാഹു ഇതിനെ സംരക്ഷിച്ചത്. ഒരുപാട് ആൾക്കാർ ശ്രമിക്കുകയുണ്ടായി ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വിശുദ്ധ ഖുർആനിലെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ, എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ഈ വാഗ്ദാനം അത് വിശുദ്ധ ഖുർആന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇത് എന്നും നിലനിൽക്കുന്ന ഒരു ശരീഅത്തായിരുന്നു, അത് പരിപൂർണ ശരീഅത്താണ്. മറ്റു ഗ്രന്ഥങ്ങൾക്ക് ഈ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിൽ മാറ്റത്തിരുത്തലുകളുണ്ടായി. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്നാൽ അതിലൊക്കെയുള്ള നിലനിൽക്കുന്ന അധ്യാപനം അത് ഖുർആനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നോക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ കോടിക്കണക്കിന് കോപ്പികൾ ലോകത്തുണ്ട്. ഏത് കോപ്പി എടുത്ത് നോക്കിയാലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ മഹത്തായ ഖുർആൻ്റെ ഒരു സവിശേഷതയാണ് അതിൻ്റെ
അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും. ഇനി സംരക്ഷണത്തെക്കുറിച്ച് പറയാം. അള്ളാഹു എങ്ങനെയാണ് ഇതിനെ സംരക്ഷിച്ചത്? സംരക്ഷണത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ഒന്ന് അർത്ഥപരമായിട്ടുള്ള സംരക്ഷണം. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പദപരമായ സംരക്ഷണം മൗലാന മൻസൂർ സാഹിബും ഇത് വിശദീകരിച്ച് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ രീതി ഇതായിരുന്നു. വിശുദ്ധ ഖുർആൻ എൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് അവിടെ എഴുതാനുള്ള ആളുകളുണ്ടായിരുന്നു. ഹുസൂർ ആളെ വിളിച്ചിട്ട് എഴുതിപ്പിക്കാറുണ്ടായിരുന്നു. ഹുസൂറിൻ്റെ മെയിൻ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് യത്ലു അലൈഹിം ആയാതിഹിം വസക്കീഹിം വയല്ലിമുൽ കിതാബ വൽ ഹിക്മ. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല അത് നിരക്ഷരനായിരുന്നു. ആരിൽ നിന്നും പഠിച്ച ആളായിരുന്നില്ല, അള്ളാഹു ആയിരുന്നു ഗുരു അദ്ദേഹത്തിൻ്റെ. അള്ളാഹു തന്നെ പഠിപ്പിച്ചു. റഹ്മാനു അല്ലമൽ ഖുർആൻ അല്ലമൽ ഇൻസാനം അലം ഇങ്ങനെയുള്ള ആയത്തുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെയാണ് വഹി വരുന്നത്? കൈഫ യതീക്കൽ വഹിയോ? അവിടുന്ന് മറുപടി പറഞ്ഞു, അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: ജസൽ ജർസ്, അതായത് ഒരു ബെല്ലടിക്കുന്നത് പോലെ ഞാനത് ഇങ്ങനെ ബൈഹാട്ടാക്കും. അങ്ങനെ വിശുദ്ധ ഖുർആൻ വഹീൻ്റെ വിവിധ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? മാ കാനലി ബഷറിൻ അയ്യുക്കല്ലിമുല്ലാഹു ഇല്ലാ വഹിയൻ ഔ മിൻ വറായിഹി ഹിജാബിൻ ഔ യുർസല റസൂലൻ ബിഇസ്നിഹി മാ യശാ. ഈ 3 വിധത്തിലുള്ള വഹീൻ്റെ 3 അവസ്ഥകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിൻ്റെ ഒന്നാമത്തെ സംബോധന നബി തിരുമേനിയായിരുന്നു. ഇങ്ങനെയാണ് അത് വഹി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആന് 23 വർഷത്തിലാണ് ഇറക്കപ്പെട്ടത്. ആദ്യത്തെ ആയത്ത് ഹിറാ ഗുഹയിലാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ഖലഖ്. അവസാനത്തെ ആയത്ത് യൗമ അർഫൻ്റെ ദിവസം, അത് അവസാനത്തെ വചനം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി റസീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം 52 ദിവസമാണ് ജീവിച്ചിരുന്നത്. ഹുസൂർ ഈ ആയത്ത് ഇറക്കുമ്പോഴൊക്കെ സഹാബകൾ കേൾപ്പിക്കുമായിരുന്നു. എത്രമാത്രം ഓർമ്മ. ഞാൻ ഉദാഹരണം പറയാം. ഒരു ആൾ പറയുന്നു, ഞാൻ 50 പ്രാവശ്യം ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും ഞാൻ വേറെ വേറെ ഒട്ടകത്തിന് മേലെ കയറിയിട്ടാണ് ഞാൻ ഓരോരുടെ പേരെനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഇന്ന ഹജ്ജ് ഇന്ന ഒട്ടകത്തിന് മേലാണ്. ഇത്രമാത്രം അവരുടെ ഓർമ്മശക്തി വളരെ ശക്തമായിരുന്നു. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിരുന്നു. ഞാനാണ് ഇതാണ് ഇറക്കിയത്, ഞാൻ തന്നെ ഇത് സംരക്ഷിക്കുന്നതാണ്. ഒന്ന് പദപരമായ രീതിയിൽ അക്ഷരപരമായിട്ടുള്ള സംരക്ഷണം. ഏതൊക്കെ പദങ്ങളാണ് ഇറങ്ങിയത് അതങ്ങനെ തന്നെ ഇന്നും സുരക്ഷിതമായിരിക്കുന്നു. ഒരു വള്ളിയോ പുള്ളിക്കോ മാറ്റമില്ലാതെ ഇന്നും സുരക്ഷിതമായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് വലിയ ശത്രുക്കളും അംഗീകരിച്ച സംഗതിയാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രീതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇറങ്ങുമ്പോൾ തന്നെ എഴുതിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് എഴുതിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ അത് എഴുതിക്കൊണ്ടിരുന്നു. കൂടെ തന്നെ വിവിധ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എല്ലിലും തോലിലുമായിട്ടൊക്കെ കല്ലിലൊക്കെ ആയിട്ട് കടലാസിലും പോലും അന്ന് കടലാസ് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. വിവിധ രൂപത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബായത്തെ അക്ബ ഊലയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സൂറ യൂസഫിൻ്റെ ആ എഴുത്ത് പ്രതി അത് ഒരു മുസ്ലിം മുഖേന അൻസാറുകൾക്ക് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത വർഷം സൂറ താഹിൻ്റെ എഴുത്തുപ്രതി അതും അയക്കുകയുണ്ടായി. ഇതൊക്കെ പ്രാരംഭം മുതൽ തന്നെ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യപ്പെട്ടിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വീകരിച്ച സന്ദർഭം. ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതായിരുന്നു ഉമർ. അപ്പോൾ വയലിൽ മനസ്സിലായി തൻ്റെ സഹോദരി ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു എന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ് അദ്ദേഹം കേൾക്കുന്നത്. അവിടുന്ന് ഉടനെ തന്നെ ആ ആയത്ത് എന്താണ് എനിക്ക് കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരി പെട്ടെന്ന് ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് അദ്ദേഹം കുളിച്ച് വൃത്തിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലൊക്കെ ഉണ്ട്. അപ്പം മനസ്സിലാകുന്ന വിശുദ്ധ ഖുർആൻ അന്ന് എഴുതാനുള്ള ഏർപ്പാട് അവിടെ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിന് സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് അബൂബക്കറും മദീനയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ
ആ വിശ്വാസികൾക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും നമ്മൾ കൈവിട്ടു പോയി എന്നത്. അപ്പോൾ അവർ സമ്മാനം പ്രഖ്യാപിക്കേണ്ടേ, 1000 ഒട്ടകങ്ങൾ സമ്മാനം. അബൂബക്കറിനെയും മുഹമ്മദിനെയും ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു പോയി. അതിൽ ഒരാളുണ്ട് സുറാഖ ബിൻ മാലിക്. അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അത് അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നമുക്ക് നേരിടാൻ കഴിയില്ല, അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി ഉദ്ദേശിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, ശരി നിങ്ങൾ ആരോടും പറയരുത് എന്ന്. ആ സമയത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അമൽ ചെയ്യാനുള്ള എന്തെങ്കിലും എനിക്ക് എഴുതി തന്നാലോ. ആമിർ ഇബ്നു അദ്ദേഹത്തിന് ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ എഴുതുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നടക്കാറുണ്ടായിരുന്നുള്ളതാണ്. ഇജറത്ത് സന്ദർഭത്തിൽ പോലും ആ മരുഭൂമിയിൽ അവർ എഴുതാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ ഏർപ്പാട് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു, എഴുതുന്ന ശീലം അവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു ഒന്നാമതായി അത് സംരക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തത് വഹി, അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ എഴുതി സൂക്ഷിക്കാനുള്ള ഏർപ്പാടും ചെയ്തു എന്നുള്ളതാണ്. 23 വർഷത്തിൽ ക്രമേണയായിട്ടാണ് ഇത് അവതരിച്ചത്. രണ്ടാമത്തെ കാര്യം, അത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കൾക്ക് കേൾപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് സഹാബാക്കൾ അത് നമസ്കാരത്തിൽ അത് ഓതാറുണ്ടായിരുന്നു. വിവിധ സന്ദർഭങ്ങളിൽ വിവിധ തബ്ലീഗ് യാത്രകളിൽ അത് ആവർത്തിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ ഹിഫ്സ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറയുകയും അതുപോലെ തന്നെ ഒരുപാട് ഹാഫിസിങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് ഹാഫിസിങ്ങൾ ഒരുപാട് കൊല്ലപ്പെടുകയുണ്ടായി, ഷഹീദാക്കപ്പെടുകയുണ്ടായി. അതിൽ 3000-3000-ഓളം ഹാഫിസിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില യുദ്ധങ്ങളിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു. ഒരു സഹാബിയോട് പറഞ്ഞു, റസൂലുള്ളാഹി ഖുർആൻ കേൾപ്പിക്കും. വലൈക്കും മുൻസിൽ, ഞാൻ എങ്ങനെയാണ് അങ്ങ് കേൾപ്പിക്കുക, അങ്ങൻ്റെ അടുക്കലല്ലേ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, എനിക്കത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് തർബിയത്തിൻ്റെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അതായത് വിശുദ്ധ ഖുർആൻ ശരിയായിട്ട് ഓതുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ റമസാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേൾപ്പിക്കാറുണ്ട്. എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ കേൾപ്പിക്കാറുണ്ടായിരുന്നു. സഹാബാക്കൾ പറയുന്നു, അവസാന വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ വർഷം ജിബ്രീൽ 2 പ്രാവശ്യം വന്ന് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതി കേൾപ്പിക്കേണ്ടായി. ഇതാണ് പദപരമായ സംരക്ഷണത്തിൻ്റെ ഒരു ഏർപ്പാട് ചെയ്തത്. അത് ഉഫാസിങ്ങളുടെ മുകളിൽ അത് എഴുതി വെക്കുന്നതിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സംരക്ഷണത്തിൽ, അത് അർത്ഥപരമായ സംരക്ഷണം. ഇതെങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം? അത് കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുറന്നുകൊണ്ട് പോകും. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അള്ളാഹു പിന്നീട് അത് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വമിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅദൂം. ഓരോ കാര്യത്തിനും ഖസാന നമ്മുടെ കയ്യിലുണ്ട്, അത് ഞാനൊരളവ് അനുസരിച്ച് ഞാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു എന്തൊക്കെ ഏർപ്പാടുകൾ ചെയ്തത് അതിൻ്റെ അർത്ഥപരമായ സംരക്ഷണത്തിനായിട്ട്. ഒന്ന് ഹുസൂർ പറയുന്നത്, ഇന്നല്ലാഹു യബ്അസു ലിആദിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മയുജിദുല്ലഹു ദീനഹ. ചരിത്രം പറയുന്നു, ഓരോ നൂറ്റാണ്ടിലും ഓരോ സദിൻ്റെ ഒരുപാട് മുജദ്ദിദീങ്ങൾ വന്നുകൊണ്ടിരുന്നു, ഔലിയാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരിലൂടെ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ, ഖുർആൻ്റെ അർത്ഥം അത് സുരക്ഷിതമാക്കപ്പെടുകയാണ്. ഏറ്റവും എല്ലാത്തിനും ഉപരിയായിട്ട് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ മുഖേന വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനം, അതിൻ്റെ അമൂല്യമായ ആ ഒരു സാഗരം തന്നെ നമുക്ക് ലഭിക്കേണ്ടത്. ആ ഖജനാവുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നിഗൂഢമാക്കപ്പെട്ടു. അത് എനിക്ക് നൽകുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ അത് ശാശ്വത കലാമുള്ളയാണ്. മറ്റൊരു ഗ്രന്ഥത്തിനും ഇങ്ങനെ ദൈവിക വചനമായിട്ടുള്ള അവകാശമാണ്, അത് വിശുദ്ധ ഖുർആന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കലാമിലാഹിയാണ്, അത് ഒരു സാർവജനീന ശരീഅത്താണ്, എല്ലാ മാനവകുലത്തിന് ആകെ സന്മാർഗത്തിനുള്ള ഏർപ്പാടാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും, ഈ 2 വശങ്ങളുടെയും അതിനെ സംരക്ഷിക്കാൻ ഏർപ്പാട് അള്ളാഹു ചെയ്തിരിക്കുന്നു. ഏറ്റവും എല്ലാത്തിലുപരിയായിട്ട് ഒരു ചാലഞ്ച് ഉണ്ടായിട്ടും ഇതിന് സമാനമായതൊന്നും കൊണ്ടുവരാൻ ആർക്കും സാധ്യമായിട്ടില്ല. ഒരുപാട് ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്നു. ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു പറയുന്നു, ഇത്
وإنه لكتاب عزيز لا يأتيه باطل من بين يديه ولا من خلفه تنزيل من حكيم حميد. ഇതൊരു മഹത്തായ ഗ്രന്ഥമാണിത്. ഇതിൻ്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വൈന്നഹു ലകിതാബുൻ അസീസ് തൻസീമു മിൻ ഹക്കീമിൻ ഹമീദ് പറയുന്നു. ലഹും മുഅഖിബാത്തും ബിലൈന യദിഹി. ഞാൻ എത്രമാത്രം ഹാഫിസിങ്ങൾ ഞാൻ ഏർപ്പാടാക്കിയെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണം വരെ ഏറ്റെടുത്തുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ഇത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആൻ്റെ അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നുള്ളത്, അത് പദപരമായത്തിലും അതിൻ്റെ അർത്ഥപരമായത്തിലും അതിനുള്ള ഏർപ്പാട് ചെയ്യുക എന്നുള്ളത് അത് വിളിച്ചു പോകുന്നത് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തിന് തീർച്ചയായും സത്യമാണ്. ഇന്നനാഹു നസ്സൽന സിക്ര വഇന്നഹു ലഹു ലഹാഫിദൂൻ. ഇതിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്, ആസ്പെക്റ്റുകളുണ്ട്. ഇത് ഞാൻ മുസ്ലിമുസ്ലാത്തു വസ്സലാം ഒരു ചുരുങ്ങിയ ഒരു ഉദരണി ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ പറയുന്നു, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അത് മാറ്റത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. അള്ളാഹു തന്നെ പറയുന്നു അതായത് ഈ ഗ്രന്ഥത്തെ നാം തന്നെയാണ് ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷകനായി തീരുന്നതായിരിക്കും. അതിനാൽ 1300 വർഷമായിട്ട് ഇത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വിശുദ്ധ ഖുർആനിൽ ഒരു തരത്തിലുള്ള മുശ്രിക്കാന അധ്യാപനങ്ങളില്ല. ഒരിക്കലും ബുദ്ധി കൊണ്ട് നമുക്ക് തോന്നുന്നുമില്ല ഒരു ശിർക്കപരമായ അധ്യാപനം ഉണ്ടാകുമെന്നാണ്. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇത് ഹിഫ്സ് ചെയ്തിട്ടുണ്ട്. 5 നേരം നിസ്കാരത്തിൽ അത് ഓതപ്പെടുന്നു. അതുപോലെ തന്നെ നിത്യവും പാരായണം ചെയ്യപ്പെടുകയും ചെയ്യണം. എല്ലാ മുൽക്കുകളിൽ രാജ്യങ്ങളിൽ അത് വ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ നാട്ടിലും നമുക്ക് ലഭ്യമാണ്. എല്ലാ കൗമിനും ഈ അധ്യാപനത്തെക്കുറിച്ചൊരു പരിചയമുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നത് നമ്മളിത് ഭാവിയിലും ഇതിലൊരു തരത്തിലുള്ള മാറ്റത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള, അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഈ ഉദ്ധരണിയിൽ പറയുന്നത് വാസ്തവത്തിൽ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുകയും അതിന് കാരണം ഇതാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നു, എന്നാൽ ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്. അതൊരു സാർവജനീന ശരീഅത്താണിത്. അത് മാനവകുലത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ സുരക്ഷയും അള്ളാഹു ഇത് ഉറപ്പുവരുത്തുന്നത്. ചരിത്രം ഇതിന് സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്ന് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ഒരുപാട് ശത്രുക്കൾ ശ്രമിച്ചിട്ടും ഇതിൽ ഒരു തരത്തിലുള്ള മാറ്റത്തരത്തിലുണ്ടെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജസാക്കമുല്ലാഹ് ജസാ. പിന്നെ ഇതിൻ്റെ അടുത്ത ചോദ്യം മൻസൂർ മസ്റൂർ സാഹിബിനാണ്. വിശുദ്ധ ഖുർആൻ മുഹ്കമാത്തുമുണ്ട്, മുത്തശാബിഹാത്തുമുണ്ട്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഇത് സംബന്ധമായിട്ടാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജസാക്കുമുല്ലാ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, മുത്തശാബിഹാത്തിനെ സംബന്ധിച്ച് ആക്ഷേപിക്കപ്പെടാറുണ്ട്, ആക്ഷേപം ഉന്നയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ മുത്തശാബിഹാത്തുമുണ്ട്, സംശയങ്ങളുള്ള ആയത്തുകൾ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനെ എങ്ങനെ വിശ്വസിക്കാം? യഥാർത്ഥത്തിൽ മുത്തശാബിഹാത്ത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നത് സംശയങ്ങളുള്ള ആയത്തുകളാണെന്ന് ധരിച്ചിരിക്കുന്നു. തീർത്തും തെറ്റാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലും ഇങ്ങനെ സംശയമുള്ളതായിട്ടുള്ള നമ്മളിങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ നാസിഖനും മൻസൂഖിനെയും നമ്മൾ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ കുറവ് നാം സമ്മതിക്കുന്നില്ല. പരിപൂർണമായിട്ട് പരിശുദ്ധമായിട്ടുള്ള ഒരു കുറവുമില്ലാത്ത പരിപൂർണ ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ. ഏതുപോലെ ഇറക്കപ്പെട്ടുവോ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഖിയാമത്ത് വരെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉപദേശത്തെ, ഈ വിശുദ്ധ ഖുർആനെ നാം തന്നെയാണ് ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതുമാണ്. മുതശാബിയാത്തിൻ്റെ അർത്ഥമാണ് സാമ്യതയുള്ള ആയത്തുകൾ. അതായത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും തൗഹീദിനെ സംബന്ധിച്ചുള്ള കൽപ്പന നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു പറഞ്ഞിരിക്കുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരും സത്യം പറയാൻ പറഞ്ഞിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയാൻ കൽപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ ഇങ്ങനെ പല അധ്യാപനങ്ങളും അതിൽ സാമ്യതയുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, വിശുദ്ധ ഖുർആൻ എല്ലാ അധ്യാപനങ്ങളിലും ഒരു ഇസ്ലാഹിൻ്റെ ഒരു കാര്യം വെച്ചിരിക്കുന്നു. മുൻകഴിഞ്ഞ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു സത്യം പറയുക. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഖൂലു ഖൗലൻ സദീദ, പരിപൂർണമായിട്ടുള്ള സത്യം പറയുക. ഒരു കാര്യവും ഒരു മറവിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുത്. മുൻകഴിഞ്ഞ പ്രവാചകൻ പറയുകയുണ്ടായി, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല് എന്ന്. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി ഫമൻ അഫ വാസ്ലഹ ഫാജ്റുഹു അലല്ലാ, അതാണ് ആരാണ് പുറത്തു കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശം പരിവർത്തനമായിരിക്കണം. അതായത് തിന്മയെ പ്രോത്സാഹനം നൽകുക എന്നുള്ളതായിരിക്കരുത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇതാണ് മുത്തശാബിയാത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം ഇതാണ്, വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ അത് രണ്ടർത്ഥങ്ങളുള്ള ആയത്തുകളുണ്ടാവും. അതിൽ ആലങ്കാരികതയുള്ള ആയത്തുകൾ, അങ്ങനത്തെ ആയത്തുകളിൽ അർത്ഥത്തിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ആയത്തുകളുണ്ട്. അപ്പോൾ അതിൽ അതൊരു ഭയമുള്ളത് അതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ചെയ്തുകൊണ്ട് മുഫസ്സിർ തെറ്റായ ദിശകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ പരിഹാരം വെച്ചിരിക്കുന്നത് അല്ലാഹു മുഹ്കമാത്തായിട്ടുള്ള ആയത്തുകൾ വെച്ചിരിക്കുന്നു. അതായത് മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ അത് മുഹ്കമാത്തിൻ്റെ കീഴിലാണ് ഉണ്ടായിരിക്കുക. അതായത് മുഹ്കമാത്തായിട്ടുള്ള ആയത്തുകൾക്ക് എതിരെയായിട്ട് മുത്തശാബിയത്തായിട്ടുള്ള ആയത്തുകളെ വിശദീകരിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശദീകരണം. ജസാക്കുമുല്ലാഹു ഹസ്നൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ സയ്യിദ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി വായിച്ചു കേൾപ്പിക്കുകയാണ്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, വായിക്കുക. അതിൽ നന്മയെയും തിന്മയെയും സംബന്ധിച്ച വിശദീകരണമുണ്ട്. വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ആക്ഷേപവും സാധ്യമല്ലാത്ത മതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥമാണിത്. എല്ലാ കാലഘട്ടത്തിലേക്കും അത് ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇഞ്ചിയിൽ അത് അതിൻ്റെ പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമുണ്ടായിരുന്നു. പക്ഷേ ഈ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു എല്ലാ രോഗത്തിനുമുള്ള മരുമരുന്നുമാണ്. വിശുദ്ധ ഖുർആൻ എല്ലാ മാനുഷിക ഗുണങ്ങളെയും അതിനെ ഉന്നതിയിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, തങ്ങളുടെ പ്രവൃത്തി കർമ്മങ്ങൾ ഇതിന് കീഴിലാക്കിക്കൊണ്ടിരിക്കുക. മൽഫുസാത്ത്. ഇതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയമായിട്ട് സംസാരിക്കുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുവാദം നൽകുക. അസ്സലാമു അലൈക്കും. नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया